കണ്ടാലോ? രാവിലെ എണീച്ചാലും തന്നെ എനിക്കിഷ്ടമില്ലാത്ത ചക്കയപ്പ് ഇഡലി ഉണ്ടായിരുന്നു. പിന്നെ തിന്നല്ലേ പറ്റൂ. ഒരു ദിവസത്തിന് ഇഡലി, 2 ദിവസത്തിന് ചക്കയപ്പ് എടുത്ത് അത് തിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമേ വിശന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോഴത്തേക്ക് നല്ല പപ്പടം പോലെ പൊടിഞ്ഞ് സോനാപ്പപ്പൊടി ഉണ്ടായിരുന്നു. ഇതെടുക്കുമ്പോഴത്തേക്ക് സത്യമായി പപ്പടം പോലെ പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ ഒച്ച കേൾക്കാൻ തുടങ്ങി. ഒരു കൊട്ട ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് 2-3 എടുത്ത് തിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോറിന സമയം. നല്ല പുളിശ്ശേരിയും നല്ല ചക്കക്കറിയും അച്ചാറും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിറയെ പ്ലാവുള്ളത് കൊണ്ട് ദിവസവും ചക്ക കൂട്ടി കൂട്ടി മടുത്തു. നിങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗായ്സ്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം പാസ്സാക്കി. അപ്പോഴാണ് മാം വിളിക്കുന്നത് ചായ കുടിക്കാൻ പോകാറുണ്ട്. നല്ല ബൂസ്റ്റും 2 ബ്രെഡ് പൊരിയും കഴിച്ചു. ചായ കുടിച്ചിട്ട് വന്നപ്പോൾ ഫ്രിഡ്ജിലുണ്ട് ഐസ്ക്രീം. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു. ഗൈസ്, ഇതിൻ്റെ പേരെന്താ? കണ്ണൂരപ്പത്തിന് 2 എണ്ണം കഴിച്ചു. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയൽ? രാത്രി ആകുമ്പോൾ അമ്മ ചോറ് കഴിക്കാൻ വിളിച്ചു. അല്ലെങ്കിൽ എൻ്റെ വയറ് ഫുള്ളാണ്ടായി. എന്നെ ചോറ് കഴിക്കാണ്ട് ഉറങ്ങാനും വിടുന്നില്ല. അങ്ങനെ കുറച്ച് ചോറെടുത്ത് വെച്ചു. നല്ല മീൻകറിയും സാമ്പാറും ഉപ്പിലിട്ട മാങ്ങയും അച്ചാറും മുട്ടാമ്പ്ലേറ്റും ഉണ്ട്. അതും തിന്നു. എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കല്ലേ. ബൈ ഗൈസ്.